ഇപ്പോഴേ കുട്ടികൾ പൂന്തോട്ടത്തിൽ ഏതൊക്കെ പൂ തേടിയാ പോകുന്നതെന്ന് നോക്കി. ചിറ്റാടപ്പൂ, ചേമന്തി എന്ന് പറഞ്ഞാൽ ജമന്തിപ്പൂ, കുറിഞ്ഞിപ്പൂ, ചെത്തി എന്ന് പറഞ്ഞാൽ തെറ്റിപ്പൂ, മാലതി, ചെമ്പരത്തി, മന്ദാരം, മുക്കുറ്റി തുടങ്ങിയ പൂക്കളൊക്കെ ശേഖരിച്ചിട്ട് തുമ്പ തുടങ്ങിയ പൂക്കളിൽ കുമ്പിളിലാവോളം ശേഖരിച്ച ഈ ചിത്രത്തിൽ കണ്ടിട്ടില്ലേ, പൂ പറിച്ചിടുന്നതിന് വേണ്ടി അവരുടെ കയ്യിലൊരു പിടിയുള്ളൊരു പാത്രമുണ്ട് കണ്ടോ. ആ കുമ്പിളിൽ ശേഖരിച്ച ഈ പൂക്കളെല്ലാം പറിച്ച് ആ കുമ്പിളിൽ വെച്ചിട്ട് കറ്റക്കിടാങ്ങൾ കുഞ്ഞുങ്ങൾ കുളിച്ചിട്ട് വന്നിട്ട്, വാത്സല്യമുള്ള മനോഹരമായിട്ടുള്ള കുഞ്ഞുങ്ങൾ കുളിച്ച് വന്നിട്ട് മുറ്റത്ത് പൂവിട്ട് വെള്ളം ചുറ്റി, കുഞ്ഞുങ്ങൾ കുളിച്ച് വന്നിട്ട് മുറ്റത്ത് പൂവിടാൻ വേണ്ടി വെള്ളം തളിച്ചിട്ട് വെള്ളം തളിച്ചിട്ടാണ് അത്തപ്പൂ ഇടുന്നത്. അപ്പോൾ മുറ്റത്ത് വെള്ളം തൂവിയിട്ട് നീളത്തിൽ കൂകുമ്പോൾ ആർക്ക് കണ്ട നാളം തനിയെ തുറക്കുകയില്ല. മുറ്റത്ത് പൂവിടാൻ വേണ്ടി വെള്ളം ചുറ്റും തളിച്ചിട്ട് ആർഭാടത്തോടെ സന്തോഷത്തോടെ കൂകി ആർക്കുമ്പോൾ, സന്തോഷത്തോടെ കുട്ടികൾ കൂകി എല്ലാവരെയും വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന ആരുടെയും കണ്ടനാളം എന്ന് പറഞ്ഞാൽ തൊണ്ട, അല്ലെ കുട്ടികളെ പോലെ മറ്റുള്ളവരും വളരെ സന്തോഷത്തോടെ കൂകി വിളിക്കുമെന്നാണ് കവി പറയുന്നത്. മനസ്സിലായോ? കുട്ടികൾ കൂകി വിളിക്കുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും വളരെയധികം സന്തോഷം തോന്നും എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ പറഞ്ഞു വയ്ക്കുന്ന അത്തമടുക്കാറായി. അത്തപ്പൂ ഇടുന്നതിന് വേണ്ടി കുട്ടികളെല്ലാവരും അവരുടെ ദുഃഖങ്ങളൊക്കെ മറന്നിപ്പോൾ നല്ല സന്തോഷത്തോടെ പൂന്തോട്ടത്തിൽ പൂ പറിക്കാനായിട്ട് പോവുകയാണ്. അവർ പോകുന്നത് എങ്ങനെയാണ്? ഓരോ ഓണപ്പാട്ടുകൾ പാടിപ്പാടിയാണ് അവർ നടക്കുന്നത്. ഈ കുട്ടികൾ സന്തോഷത്തോടെ നടക്കുന്നത് കാണുമ്പോൾ ഭൂമിക്ക് പോലും രോമാഞ്ചമുണ്ടാകുന്നു. എന്തൊക്കെ പൂക്കൾ അവർ പറിക്കാൻ പോകുന്നതെന്ന് നോക്കി. ചിറ്റാട, ജയമന്തി, ചെങ്കുറിഞ്ഞി, ചെത്തിപ്പൂവ്, ചെമ്പരത്തി, മന്ദാരം, മാലതി, മുക്കുറ്റിപ്പൂവ്, ബന്ധുരമായ പവിഴമല്ലി, ബന്ധുര എന്ന് വെച്ചാൽ മനോഹരമായ പവിഴമല്ലി, തുമ്പ തുടങ്ങിയ പൂക്കളിലൊക്കെ അവർ ശേഖരിച്ചിട്ട് മുറ്റത്ത് വെള്ളം തളിച്ചിട്ട് അവർ അത്തപ്പൂ ഇടാൻ തുടങ്ങുന്നു. അന്നേരം സന്തോഷത്തോടെ കുട്ടികൾ കൂകി ആർക്കുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും സന്തോഷം തോന്നുമെന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും നല്ലവണ്ണം വായിക്കണം. വായിച്ചിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഇട്ടാലും മതി. ഓക്കെ.